ഇന്നത്തെ ദിവസം എൻ്റെ നീ കണ്ടോ മണ്ഡപത്തിൽ എന്താ നടക്കാൻ പോകുന്നേന്ന്? എന്നാ പിന്നെ സമയം കളയണ്ട, നമുക്ക് റെഡിയായി ഇറങ്ങിയാലോ? നോനോ, ഇപ്പോഴല്ല ഞാൻ വരാൻ പോകുന്നത്. അതിന് ഒരു പ്രത്യേക സമയമുണ്ട്. നീ മാത്രം ഇപ്പൊ മണ്ഡപത്തിലേക്ക് പോയാൽ മതി. ഞാൻ വരാൻ വൈകും. അല്ല, അപ്പൊ നീ എവിടെ വേണ്ടേ? വേണം, ഉണ്ടാവും. അതിനു മുൻപ് അവിടെ കുറച്ച് ബോംബുകൾ പൊട്ടാനുണ്ട്. അതിന് സാക്ഷിയാവാൻ ഞാനല്ല, നീ അവിടെ വേണ്ടത്. ഞാനെല്ലാം കഴിഞ്ഞു വരും, അതേ പാടുള്ളൂ. എങ്കിലേ ഞാൻ ഉദ്ദേശിച്ചത് നടക്കും. പിന്നെ അവിടെ നടക്കുന്ന വിവരങ്ങള് അപ്പപ്പം നീ എന്നെ അറിയിച്ചേക്കണം. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. പോവാൻ വരട്ടെ, സമയാവട്ടെ. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കുമായിരിക്കും അല്ലേ റുബി? നടക്കും, നടക്കണം. നീ സമാധാനായിട്ടിരിക്കെ. ചേച്ചിമേ, ചന്ദ്രേ, നീ എവിടെയാ പോകണ്ടേ? നമുക്ക് ഞാൻ ഒരുങ്ങി കഴിഞ്ഞിട്ടില്ല ചേച്ചിമേ. എല്ലാവരും കാത്തിരിക്കേ ഇവിടെ. ഇനി വൈകിയ മുഹൂർത്തം തെറ്റുമെന്നാ പറയുന്നേ. എന്നൊരു കാര്യം ചെയ്, നിങ്ങൾ മണ്ഡപത്തിലേക്ക് പൊയ്ക്കോ, ഞാനിവിടുന്ന് നേരെ അങ്ങോട്ട് വന്നേക്കാം. അയ്യോ, അത് വേണോ? ചെറുക്കം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നീയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഞാൻ ആരായിട്ടാ ചേച്ചിമേ? സ്വന്തമല്ല, ബന്ധുവല്ല, വെറും ഒരു പരിചയക്കാരി മാത്രമല്ലേ ഞാൻ. മോൾ അങ്ങനെയൊന്നും പറയരുത്. എപ്പോഴെങ്കിലും ഞങ്ങൾ അങ്ങനെ പെരുമാറിയിട്ടുണ്ടോ നിന്നോട്? ഈ വീട്ടിലെ ഒരു അംഗം തന്നെയാ മോള്. ചേച്ചിമ്മയുടെ മനസ്സിൽ അതങ്ങനെ ആയിരിക്കും. അതുപോലെയാണോ മറ്റുള്ളവർക്ക്? എന്തായാലും ഞാൻ കാരണം മുഹൂർത്തം തെറ്റണ്ട. നിങ്ങൾ ഇറങ്ങുന്നതാ നല്ലത്. ഞാൻ കൃത്യസമയത്തെത്തും. എന്നാ ശരി, അങ്ങനെ ആയിക്കോട്ടെ. നന്നായിട്ട് ഒരുങ്ങുന്നുണ്ടാവും അല്ലേ മോളെ? പിന്നല്ലാതെ. ഞാനിത് എന്റെ കല്യാണമായിട്ട് തന്നെ കാണുന്നത്. ഒരു വധു എങ്ങനെയാണോ ഒരുങ്ങുക, അതുപോലെ ഒരുങ്ങിയിട്ടാവും ഞാൻ മണ്ഡപത്തിലേക്ക് വരിക. അതങ്ങനെ തന്നെയാ വേണ്ടത്. നിന്നെ കാണുമ്പോ സിദ്ധുവിന് നഷ്ടബോധം തോന്നണം. എന്നാ ശരി മോളെ. എല്ലാം നമ്മൾ ആഗ്രഹിച്ച പോലൊക്കെ തന്നെ നടക്കൂലല്ലേ? അതോ ഇന്നത്തെ വേഷം കെട്ടൽ മാത്രം ബാക്കിയാവോ? ഒരു തവണ കൂടി നാണം കെടാൻ എനിക്ക് വയ്യ റൂബി. നീ പേടിക്കണ്ട. ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ എല്ലാം പോസിറ്റീവായിട്ട് തന്നെയാ പോകുന്നത്. ഇതുവരെ ശരിയായ സ്ഥിതിക്ക് ഇനി അങ്ങോട്ടും ശരിയാവാൻ തന്നെയാ സാധ്യത. ഒന്നും നടന്നില്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. നിലവിളക്കിന്റെ മുന കൊണ്ട് കൊല്ലും ഞാൻ അവളെ. ദേവികയെ, മരിച്ചു കിടക്കുന്ന ദേവികയെ സിദ്ധു കല്യാണം കഴിക്കോ? എങ്കിൽ എനിക്കതൊന്ന് കാണണമല്ലോ. നീ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട, അതൊന്നും വേണ്ടി വരില്ല. നീ സമാധാനമായിട്ടിരിക്കെ. ഈ ദിവസം നിന്റേതായിരിക്കും, അല്ലെങ്കിൽ നമ്മളതാക്കും. ആത്മവിശ്വാസം നല്ലതാ. ഇത് അവസാനം വരെ ഉണ്ടായിരിക്കണമെന്ന് മാത്രം.
നമുക്കിറങ്ങാം. സമയത്തിന് ചെന്നില്ലെങ്കിൽ താലികെട്ട് കാണാൻ പറ്റില്ല, മുഹൂർത്തം തെറ്റും. എന്താന്നറിയില്ല, മനസ്സിനൊരു സ്വസ്ഥതയില്ല. ആ തങ്കച്ചിയെ കുറിച്ച് ഓർത്തിട്ടാ. അവരുടെ ആ ഭീഷണി ഉള്ളിക്കിടന്ന് കളിക്ക്. ആ, തൽക്കാലം അത് മറക്ക്. സിദ്ധുവിന്റെ കല്യാണം എന്ന് നമുക്കത് ഗംഭീരമാക്കാം. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? എന്തു കുഴപ്പം? ഒരു കുഴപ്പം ഉണ്ടാവില്ല. താൻ ധൈര്യമായിട്ടിരിക്കെ. ആ, ഇതാ ഞാൻ ദേവികയ്ക്ക് കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ്. ഇതൊന്നും കൊടുത്താ പോരാന്നറിയാം. അക്ഷര, നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് വെച്ച് അളന്നിട്ടൊന്നുമല്ല ദേവിക നമ്മളുമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴം നിശ്ചയിക്കുന്നത്. അവൾക്കിതൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഇനിയെങ്കിലും ദേവികയ്ക്കൊരു നല്ല ജീവിതം കിട്ടിയാൽ മതിയായിരുന്നു. സിദ്ധു നല്ലവനല്ലേ? ഇതിലും നല്ലൊരു വരനെ ദേവിക്ക് എവിടെ നിന്ന് കിട്ടാനാ? ആകെ ഒരു ടെൻഷൻ അവളെക്കുറിച്ച് ഓർക്കുമ്പോ മാത്ര, ആ ചന്ദ്രയെക്കുറിച്ച്. അവള് മാറിയെന്നൊക്കെ എല്ലാരും പറയുന്നുണ്ട്. ശരിക്കും മാറിയത് തന്നെയായിരിക്കോ, അതോ അതൊക്കെ വെറും അഭിനയമായിരിക്കോ? എന്താണെങ്കിലും നമുക്കെന്താ? കല്യാണം കഴിഞ്ഞ സിദ്ധു ദേവിയേക്കും ദേവിക സിദ്ധുവിനും മാത്രം അവകാശപ്പെട്ടതല്ലേ? അതിനിടയ്ക്ക് ചന്ദ്രയ്ക്ക് എന്താ പ്രസക്തി? ആ നടേശന്റെ മോളാ ചന്ദ്ര. അത്ര പെട്ടെന്നൊന്നും അവള് വിട്ടുകൊടുക്കില്ല. ആ, അവൾക്കിനി എന്ത് ചെയ്യാൻ പറ്റുമെന്നാ താൻ പറയുന്നേ? അത് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഈ കല്യാണം ഒരു മഹാസംഭവമായിരിക്കും എന്നാ എനിക്ക് തോന്നുന്നത്. ഒരു കുഴപ്പമില്ലാതെ എല്ലാം ഭംഗിയായിട്ട് നടന്നാ മതിയായിരുന്നു. ദേവികയുടെ കാര്യ പാവമല്ലേ ദേവിക? അവൾക്കിനി ഒരു സങ്കടം ഉണ്ടാവാൻ പാടില്ല. അതെ, മതി മതി. ഇനിയും നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാ കല്യാണം കൂടാൻ പറ്റില്ല. നമുക്കിറങ്ങാം. വാ. എല്ലാവർക്കും ദക്ഷിണ കൊടുത്തു കഴിഞ്ഞില്ലേ? ഇനി ഇറങ്ങിയാലോ? സമയമായി കേട്ടോ. അല്ല, ദക്ഷിണ പ്രഭാവതിക്ക് കൊടുത്തില്ലല്ലോ.